32 പല്ലുണ്ടല്ലോ ഡോക്ടറെ, ആ പല്ലങ്ങ് എടുത്തു കളഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയാറുണ്ടോ? നമ്മുടെ ഓരോ പല്ലിനും അതിൻ്റേതായ ഒരു റോളുണ്ട്. നിങ്ങളുടെ താഴത്തെ ഒരു അണപ്പല്ല് എടുത്തു കളഞ്ഞെന്ന് വിചാരിക്കുക. മേളി ഇരിക്കുന്ന അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പല്ല് പതുക്കെ 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 ഇറങ്ങി വരാനായിട്ട് തുടങ്ങും. അതിൻ്റെ അടുത്തിരിക്കുന്ന പല്ലുകളും പതുക്കെ ആ ഗ്യാപ്പിലോട്ട് നീങ്ങി വരാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ വരുമ്പോൾ അവിടെ എല്ലാം ഫുഡ് കയറി തുടങ്ങും. ഫുഡ് കയറുമ്പോൾ പതുക്കെ പതുക്കെ ആ സ്ഥലങ്ങളിൽ കേടുവരാനായിട്ട് സാധ്യതയുണ്ട്. അത് ഒരു പ്രശ്നം. വേറൊരു പ്രശ്നം, നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ പേര് ടെമ്പറോ മാൻഡിബുലർ ജോയിൻറ്റ് അല്ലെങ്കിൽ TM ജോയിൻറ്റ് അല്ലെങ്കിൽ ജോയിൻറ്റ്. ഈ ജോയിൻറ്റ്, ഈ മസിലുകൾ, കഴുത്തിനോടും തോളിനോടുമുള്ള കണക്റ്റഡ് ആയിട്ടുള്ള മസിൽ, നമ്മുടെ പല്ല്, ഇവരെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഭാഗത്തിനൊരു പ്രശ്നം ഉണ്ട് കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾക്കും ആ പ്രോബ്ലം വെളിപ്പെടാനായിട്ട് തുടങ്ങും. ഇതൊന്നും ഒന്നും രണ്ടും ദിവസത്തിൽ തുടങ്ങുന്ന പ്രശ്നങ്ങളല്ല. പതുക്കെ പതുക്കെ നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് ഈ മസിലുകളിൽ വേദനയായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചിലവർക്ക് തലവേദനയായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കഴയ്ക്കുന്ന ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ തലവേദന, അല്ലെങ്കിൽ ജോയിൻറ്റിൻ്റെ അവിടെ ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ തോളുവേദന, കഴുത്തുവേദന ഒക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അവർ ഒന്നീ ഒരു ഓർത്തോപീഡീഷ്യനെ കാണിക്കും, അല്ലെങ്കിൽ ഒരു തലവേദനയ്ക്കാണെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കും. ഒരിക്കലും ആരും ഇത് പല്ലുമായിട്ട് കണക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് കഴിയുന്നത്രയും നമ്മുടെ ഒരു പല്ല് പോലും എടുത്തു കളയാതിരിക്കാനായിട്ട് ശ്രമിക്കണം. ഇനിയും നിവൃത്തികേട് കൊണ്ട് നമുക്ക് എടുത്തു കളയേണ്ടി വന്നാൽ അവിടെ ഒരു പല്ല് ഒന്നീ ഒരു ഊരുന്ന ടൈപ്പ് സെറ്റിലൂടെയോ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പല്ലിലൂടെ നമ്മളതിനെ റീപ്ലേസ് ചെയ്യേണ്ടതാണെന്ന്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യുക. താങ്ക് യു.